സാമുദായിക സംഘടന രമേശ് ചെന്നിത്തലയോട് പ്രിയം പരസ്യമാക്കിയതിനു പിന്നാലെ കോൺഗ്രസിൽ വീണ്ടും ആളിക്കത്തി മുഖ്യമന്ത്രി ചർച്ച. ഇന്ന് രാവിലെ പാണക്കാട് സാദിഖ് അലി തങ്ങൾ രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി FB പോസ്റ്റ് ഇട്ടതിനു പിന്നാലെ ചെന്നിത്തലയ്ക്കെതിരെ ഒളിയമ്പുമായി കെ മുരളീധരൻ. ആരെയെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാകില്ല. വിളിക്കുന്ന സ്ഥലത്ത് എല്ലാവരും പോകാറുണ്ട്. ചെന്നിത്തല പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നു. ഞങ്ങൾ പോകുമ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. വിളിക്കുന്ന സ്ഥലത്ത് എല്ലാവരും പോകും, ഞങ്ങളും പോകാറൊക്കെയുണ്ട്. പിന്നെ ചെന്നിത്തല പോകുമ്പോൾ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ, ഞങ്ങളൊന്നും പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും പുകഴ്ത്താറൊക്കെയുണ്ട്, ആരും എഴുത്താറൊന്നുമില്ല. അതുകൊണ്ട് ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാവില്ല. അതിന് കോൺഗ്രസിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സമുദായങ്ങളും കോൺഗ്രസ്സുകാരെ ഇപ്പോൾ സ്വീകരിക്കുന്നത് നല്ല കാര്യമല്ലേ. ഗ്രൂപ്പിൻ്റെയൊക്കെ കാലഘട്ടം അസ്തമിച്ചു, അതിനൊന്നും ഇനി പ്രസക്തിയില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ പേര് ഒരു തർക്കവും UDF ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും മുന്നണിയെ നയിക്കുന്ന കക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസിന് ഒരു പ്രയോറിറ്റി തരാറുണ്ട്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകും എന്നതിനെക്കുറിച്ച് ആരും വിഷമിക്കേണ്ടെന്ന് UDF കൺവീനർ MM ഹസൻ. പ്രഗത്ഭനായ ജനസമ്മതനായ ഒരാളെ ഹൈക്കമാൻഡ് തിരഞ്ഞെടുക്കുമെന്നും MM ഹസൻ പറഞ്ഞു. കോൺഗ്രസിനുള്ളിൽ അഭ്യൂഹമില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. നിങ്ങൾ മാധ്യമങ്ങൾ അഭ്യൂഹങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു, വാർത്തകൾ സൃഷ്ടിക്കുന്നു, വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങളോടൊക്കെ എല്ലാ മാധ്യമങ്ങളോടായിട്ട് എനിക്ക് പറയാനുള്ളത് UDF കൺവീനറുടെ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ ആരാണെന്നുള്ളതിനെ ഓർത്ത് നിങ്ങളാരും ദുഃഖിക്കേണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വരാനുള്ള ഇതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, ജയിക്കും. ഭൂരിപക്ഷം കിട്ടുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മുന്നണിയെ നയിക്കുന്ന പാർട്ടി, മുന്നണിയുടെ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ പ്രഗത്ഭനായിട്ടുള്ള ജനസമ്മതനായ ഒരു മുഖ്യമന്ത്രിയെ ഞങ്ങളുടെ പാർലമെൻ്ററി ബോർഡ് ഹൈക്കമാൻഡ് ഞങ്ങൾക്ക് തരും. അത് നിങ്ങളെ അറിയിക്കാം. കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളെയും ഉൾപ്പിരിവുകളെയും കുറിച്ച് വിശകലനവുമായി അർജുൻ രാജുണ്ട്. അർജുൻ, ഈ സാമുദായിക പരിപാടികളിൽ രമേശ് ചെന്നിത്തല നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ചർച്ചയുണ്ടാവുന്നത്. കോൺഗ്രസിനുള്ളിൽ ഈ മുഖ്യമന്ത്രി വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ ഒരു തർക്കവുമില്ല എന്നുള്ളത് തന്നെയാണോ? അതിര നേതാക്കൾക്ക് അങ്ങനെ വിശദീകരിക്കേണ്ടി വരും. കാരണം രമേശ് ചെന്നിത്തല ഇതുവരെ ഇല്ലാത്ത തരത്തിൽ പാർട്ടിക്കകത്തും സമുദായ രംഗത്തേക്കും വീണ്ടും ശക്തിപ്പെടുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉള്ളത്. സമുദായ തലത്തിൽ SNDPയുടെയും NSSൻ്റെയും പിന്തുണയും അവരുടെ പരിപാടികളിൽ പങ്കെടുത്ത് അവരിൽ നിന്ന് അനുമോദനവും ഏറ്റുവാങ്ങിയാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം കോഴിക്കോട് സമസ്തയുടെ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ രമേശ് ചെന്നിത്തല സജീവ സാന്നിധ്യമായിരുന്നു. ഒപ്പം മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെയും അദ്ദേഹം കണ്ടു. സമുദായ തലത്തിലും മറ്റ് ഘടകകക്ഷികളിൽ നിന്നും ഉൾപ്പെടെ ഒരു പിന്തുണയും അവരിൽ നിന്നൊരു പ്രോത്സാഹനവും രമേശ് ചെന്നിത്തലയ്ക്ക് ഈ ഘട്ടത്തിൽ ഉണ്ട്. അത് പാർട്ടിക്കകത്തും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന തരത്തിലേക്കും അത് സജീവമായി നിലനിർത്താൻ രമേശ് ചെന്നിത്തല ശ്രമിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതിന് തടയിടാനുള്ള ഒരു ശ്രമം പാർട്ടിക്കകത്ത് മറ്റ് എതിർവിഭാഗത്തുള്ള നേതാക്കളും തുടങ്ങിക്കഴിഞ്ഞുവെന്ന് വേണം MM ഹസൻ്റെയും കെ മുരളീധരൻ്റെയും ഇന്നത്തെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ. MM ഹസൻ പറഞ്ഞത് അത്തരത്തിലൊരു ചർച്ച ഈ ഘട്ടത്തിൽ ഇല്ല, അത് അനവസരത്തിൽ ഉണ്ടാക്കുന്നതാണ്, അത് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ്, അസ്വാഭാവികതയുണ്ട് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ കടന്നു വരുന്നതിലെന്നാണ് MM ഹസൻ പറഞ്ഞത്. ഹൈക്കമാൻഡ് ആയിരിക്കും മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് MM ഹസൻ പറഞ്ഞത്. പക്ഷേ കുറെ കൂടി കയറ്റി പറയുകയാണ് കെ മുരളീധരൻ ചെയ്തത്. ആരെങ്കിലും പുകഴ്ത്തി പറഞ്ഞാൽ അയാൾ മുഖ്യമന്ത്രിയാകില്ലെന്ന തരത്തിലാണ് മുരളീധരന്റെ പരാമർശമുള്ളത്. നേരത്തെ NSSൻ്റെയും SNDPയുടെയും വേദിയിൽ പങ്കെടുത്ത സമയത്ത് തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ രീതിയിലുള്ള പുകഴ്ത്തൽ G. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും നൽകിയിരുന്നു. അതിനുശേഷം പാണക്കാട് സാദിഖ് അലി തങ്ങളും രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അതിനുള്ള ഒരു ഒളിയമ്പെന്ന നിലയ്ക്കാണ് കെ മുരളീധരന്റെ പ്രസ്താവനയെ കാണേണ്ടത്. ആരെങ്കിലും പുകഴ്ത്തി പറഞ്ഞാൽ അയാൾ മുഖ്യമന്ത്രി ആകില്ല എന്ന തരത്തിലാണ് മുരളീധരന്റെ പ്രസ്താവന ഉണ്ടായത്. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ഇത്തരത്തിലുള്ള സമുദായ പരിപാടികളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്
വരുന്നത്. പക്ഷെ ഞങ്ങളൊന്നും പോകുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. അതെന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു പരിഗണനയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിന്തുണയിൽ ഉള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള അമർഷമായി തന്നെ മുരളീധരന്റെ പ്രസ്താവനയെ കാണേണ്ടി വരും. എന്തായാലും നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി തലത്തിലേക്കുള്ള ചർച്ച നടക്കുന്നില്ല, പാർട്ടി അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ആദ്യം തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ആദ്യം ഉള്ളത്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കട്ടെ, അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന തരത്തിലാണ് നേതാക്കളുടെയൊക്കെ പ്രതികരണം. പക്ഷേ അങ്ങനെയല്ല രമേശ് ചെന്നിത്തലയോട് ചേർന്ന് നിൽക്കുന്ന വൃത്തങ്ങളും കാണുന്നത്. രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു, അതിനുശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറി. പക്ഷേ അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുന്നത് വീണ്ടും പാർട്ടിയിൽ, അതായത് സംസ്ഥാന തലത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവ് താനാണെന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് ഉള്ളത്. അതിന് അനുകൂലമായിട്ടുള്ള ചില ഘടകങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് കൈവരുകയും ചെയ്തു. അതായത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനെ പോലും പങ്കെടുപ്പിക്കാത്ത പരിപാടികളിൽ മുൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രമേശ് ചെന്നിത്തല പങ്കെടുക്കുകയാണ്. അതിൽ NSSന്റെ പരിപാടിയിൽ കുറെ കാലങ്ങൾക്ക് ശേഷം രമേശ് ചെന്നിത്തല വരികയാണ്. അതിൽ NSS അധ്യക്ഷനായിട്ടുള്ള സുകുമാരൻ നായർ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തി. അതിനുശേഷം SNDPയുടെ ഭാഗത്തു നിന്നും വി ഡി സതീശനെ തള്ളി രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന തരത്തിലാണ് അവരുടെയും സമീപനം ഉണ്ടായത്. അതിനുശേഷം ജാമിയയുടെ സമസ്തയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുന്നു. പാണക്കാട് ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അങ്ങനെ പൊതുവെ സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഉന്നതനായിട്ടുള്ള നേതാവ് താനാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുവരുത്താൻ തക്ക സാഹചര്യങ്ങൾ ഉരുത്തിരിയുന്നുണ്ട്. അതിന് തടയിടുക എന്ന ലക്ഷ്യം തന്നെയാണ് മറ്റ് നേതാക്കൾക്കുള്ള വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇതിലെന്തായാലും അതൃപ്തിയുണ്ട്. തന്നെ പങ്കെടുപ്പിക്കാതെ മറ്റ് രമേശ് ചെന്നിത്തല പങ്കെടുപ്പിക്കുന്നതിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ട് എന്ന തരത്തിലാണ് വാർത്തകളൊക്കെ എന്തായാലും വരുന്നത്. എന്തായാലും ഇതുകൊണ്ടൊന്നും നിർത്താൻ രമേശ് ചെന്നിത്തല ഉദ്ദേശിക്കുന്നില്ല. കൂടുതൽ കരുത്ത്, കൂടുതൽ പിന്തുണ ആർജിക്കാൻ തന്നെയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. അത് പാർട്ടി തലത്തിൽ ഉൾപ്പെടെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗ്രൂപ്പൊക്കെ പഴയ കാര്യങ്ങളാണ്, വീണ്ടും ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന തരത്തിൽ ശ്രമങ്ങൾ നടത്തരുന്നൊരു മുന്നറിയിപ്പ് കെ മുരളീധരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഐ ഗ്രൂപ്പ് വീണ്ടും ശക്തിപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ഉണ്ടാകുന്നുവെന്ന സൂചനകളൊക്കെ പുറത്തു വരുന്നത് സമയത്താണ് അത്തരത്തിലുള്ള ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് കൂടി തടയിടണമെന്ന ഒരു മുന്നറിയിപ്പ് മുരളീധരന്റെ ഭാഗത്തുനിന്ന് ഉള്ളത്. പുറത്ത് നേതാക്കൾ പറയുന്നില്ലെങ്കിൽ കൂടി പാർട്ടിക്കകത്ത് ഇത്തരത്തിൽ മുഖ്യമന്ത്രി ആരാകണം, ആരാണ് മുന്നിലെന്ന തരത്തിലുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ശരി, എന്തായാലും സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട പരിപാടികളിലൊക്കെ രമേശ് ചെന്നിത്തല സജീവ സാന്നിധ്യമാകുന്ന ആ സമയത്ത് തന്നെയാണ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും വരുന്നത്. അർജുൻ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.